മരണപ്പെട്ടവരുടെ സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്നത് സേവാഭാരതിയാണ്. അതിനുവേണ്ടി ഒരേ സമയം 12ഓളം ചിതകളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരം മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സേവാഭാരതി അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പല മൃതദേഹങ്ങളും നമ്മൾക്കറിയാം, ഈ മണ്ണിന് അടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ അടിയിൽപ്പെട്ട, കല്ലിനടിയിൽപ്പെട്ട, ഈ ചെളിയിൽ കുഴഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ വികൃതമായ നിലയിൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ വരെ അവിടെ സംസ്കരിക്കാൻ ജാഗരൂകരായി രാവും പകലും അവിടെ സന്നദ്ധ സേവകരായി സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുടെ വിവരങ്ങൾ നൽകാൻ വേണ്ടി അവിടെ സോണലുണ്ട്. സോണൽ ഈ ശ്മശാനത്തിൽ നേരത്തെ സേവാഭാരതിയുടെ ചുമതലപ്പെട്ട ആളുകൾ പറഞ്ഞതാണ് 12ഓളം ചിതകൾ ഒരുക്കിയിരിക്കുന്നു. വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ സംസ്കാരം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ദുരന്ത മേഖലയിൽ ഇതൊന്നും നടത്താൻ ആരുമില്ല. കാരണം അവരുടെ ബന്ധുക്കളില്ല, അവരുമായി ബന്ധപ്പെട്ട ആളുകളില്ല. നമ്മൾക്കറിയാം, ഒരു നാട്ടിലൊരു മരണം നടന്നാൽ ആ നാട്ടിലുള്ള നാട്ടുകാരാണ് അതിനുവേണ്ടി സഹകരിക്കുന്നത്. പക്ഷേ ഇന്നും അവിടെ ആളുകളില്ല. ആ സ്ഥലത്താണ് സേവാഭാരതി ഇത്തരത്തിൽ പ്രത്യേകമായി വിറകുകളൊക്കെ ഒരുക്കി, ചിത ഒരുക്കി, എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി. അത് വിവിധ മതവിഭാഗങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്. ഇവരുടെയൊക്കെ ശവസംസ്കാരം നടത്താൻ വേണ്ടി സേവന സന്നദ്ധരായി നിൽക്കുന്ന സേവാഭാരതി പ്രവർത്തകരെ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ പ്രവർത്തനം ഇപ്പോൾ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം. നിലവിൽ 50-ന് മുകളിൽ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. അവരുടെ ചിതാഭസ്മം അടക്കം അവിടുന്ന് നൽകുന്ന സംവിധാനങ്ങൾ വരെ അവിടെ ഒരുക്കിയിരിക്കുകയാണ് അവരുടെ ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ സംസ്കാരം നടത്തുന്ന ആ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ അവിടെ സംസ്കാരം നടക്കുന്നുണ്ടോ? എത്ര മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഈ സമയം അവിടെ നടക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ സോണൽ? വിനോദ്, പ്രധാനമായി പറയേണ്ടത് 44 മൃതദേഹങ്ങളാണ് ഇതുവരെ ഈ 4 ദിവസത്തിനുള്ളിൽ സേവാഭാരതിയുടെ ഈ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ സംസ്കരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികൃതരും ഇതിന്റെ ചുമതലപ്പെട്ടവരും അത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാ ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന 12 യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഇന്നലെ രാത്രിയാണ് അവസാനമായി സംസ്കാര ചടങ്ങുകൾ നടന്നത്. പക്ഷെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്നും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ആളുകൾ ഇവിടെ എത്തും, മൃതദേഹങ്ങൾ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ആശുപത്രിയിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് അത് തിരിച്ചറിഞ്ഞ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കായി ഇവിടെ എത്തിക്കുന്നത്. അതിനുവേണ്ട നടപടികൾക്കെല്ലാം തന്നെ സുഗമമായ നടത്തിപ്പ് അത് കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സേവാഭാരതിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ദുരന്തമുഖത്താവട്ടെ, അതിനുശേഷം ക്യാമ്പുകളിലാവട്ടെ, ആശുപത്രികളിലാവട്ടെ, എല്ലായിടത്തും സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത്. ഇവിടെ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയതിന് ഒരുപാട് പേർ സേവാഭാരതിയോട് കടപ്പാട് കാണിക്കുന്നുണ്ട് എന്നുള്ളതിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഉറ്റവരും ഉടയവരും എല്ലാം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യം, വീടും മണ്ണും ഭൂമിയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യം. അപ്പോഴും അവർക്ക് തുണയാകുന്നത് സംസ്കാര ചടങ്ങുകൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ട ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള പ്രവൃത്തി. അത് സേവാഭാരതി ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം ഇവിടെ അന്തിമമായിട്ടുള്ള ചടങ്ങുകൾ നടത്താനും മറ്റു ബന്ധുക്കൾക്ക് അവരെ അവസാനമായി കാണാനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പൂർണ്ണ പിന്തുണയോടെ അത് സംസ്കരിക്കാൻ വേണ്ട, ആ ചടങ്ങുകൾ പ്രകാരം സംസ്കരിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും സേവാഭാരതി ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മിനിയാന്നും അതിന്റെ തൊട്ട് മുൻപത്തെ ദിവസവുമായി ഏകദേശം 44ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. ഇന്നും ഒട്ടനവധി മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി എത്തിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായ ഒരു സംവിധാനത്തോടു കൂടി തന്നെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സേവാ പ്രമുഖമായിട്ടുള്ള വ്യക്തികളെ തന്നെ എത്തി ഏകോപന ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പല ജില്ലകളിൽ നിന്ന്, അതായത് കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് ആളുകൾ എത്തി സേവന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകൾ സേവനവുമായി ഇവിടെ എത്തുന്നുണ്ടെങ്കിലും ഒരുപടി മുൻപിൽ എപ്പോഴും നിൽക്കുന്നത് സേവാഭാരതിയാണ് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം ദുരന്തമുഖത്ത് കേരളത്തിന് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള എല്ലാ ദുരന്തമുഖത്തും മുന്നിട്ടിറങ്ങുന്നത് സേവാഭാരതിയുടെ പ്രവർത്തകരായിരുന്നു. കൈമൈ മറന്നുകൊണ്ട് സേവനം എന്ന ഒറ്റ മനോഭാവത്തോടു കൂടി എല്ലാ പ്രവർത്തകരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച അത് വയനാട്ടിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിനോദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോണൽ, അതേപോലെ തന്നെ ഇത് നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വിറകുകൾ ഉപയോഗിച്ചുള്ള സംസ്കാരമാണോ അവിടെ നടത്തുന്നത്? ഇപ്പോൾ ആധുനിക സംവിധാനം അനുസരിച്ച് പല സ്ഥലത്തും ഗ്യാസ് അല്ലെങ്കിൽ ചാണകവരളിയൊക്കെ ഉപയോഗിച്ചുള്ള സംസ്കാരങ്ങൾ നമ്മൾ പല മേഖലകളിലും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ കാണുന്നത് വിറക് ഉപയോഗിച്ചുള്ള സംസ്കാരം തന്നെ നടത്തുന്നു എന്നുള്ള നിലയിലാണല്ലോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിറക്
ഇത്രയും അധികം വിറക് ഇവർ എവിടെ നിന്നാണ് എത്തിക്കുന്നത്? അത് ഇവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും നമുക്കറിയാം, നേരത്തെ ഇതിന് ചുമതലപ്പെട്ട ആളുകൾ പറഞ്ഞതാണ് വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ കണ്ണൂർ തുടങ്ങിയ സമീപ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് അവിടെ 500ഓളം പ്രവർത്തകരാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒക്കെ ഇവർ എത്തിക്കുന്നത് എവിടെ നിന്നാണ്? ഇവരെല്ലാം കൂടി ഒരേ മനസ്സോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ടല്ലോ സോണൽ. വിനോദ്, പ്രധാനമായി പറയേണ്ടത് വിറക് ചിതകളുണ്ട്, അതിന് പുറമെ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിതകളുണ്ട്, ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിത ഉൾപ്പെടെ ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായ സംവിധാനത്തോടു കൂടി, ആധുനിക സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചിത മുതൽ വിറക് കൊണ്ട് ദഹിപ്പിക്കുന്ന ചിത വരെ ഇവിടെ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ദഹിപ്പിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള സംസ്കരണ യൂണിറ്റ് ഉൾപ്പെടെ ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും മറ്റും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാ യൂണിറ്റുകളും ചേർത്താണ് ഈ 12 യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കാൻ പറ്റുക സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ പ്രധാനമായി എടുത്തു പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ ഏറെ വൈകി രാത്രിയിലും സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എപ്പോൾ ഈ ബന്ധുക്കൾക്ക് ഈ സംസ്കാര ചടങ്ങുകൾക്കായി ഭൗതികദേഹം വിട്ടുകൊടുക്കുന്നതോ ആ സമയത്തൊക്കെ തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടി അവരെ ദഹിപ്പിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും സേവാഭാരതി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഈ യൂണിറ്റുകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വിനോദ്. അതേപോലെ തന്നെ ഈ സംസ്കാരം നടത്തുന്ന പ്രദേശം അത് ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈക്ക് സമീപത്തുള്ള പ്രദേശമാണോ? ഇത് പഞ്ചായത്ത് ഭൂമിയാണോ? ഇത് ആരുടെ ഭൂമിയിലാണ് ഈ എല്ലാവരുടെയും കൂടി സംസ്കാരം ഒന്നിച്ച് നടത്തുന്ന ഈ കേന്ദ്രം? അത് എവിടെയാണ്? ആരെങ്കിലും വിട്ടുകൊടുത്ത ഭൂമിയാണോ? അതോ പഞ്ചായത്തിൻ്റെ ഇടമാണോ? സർക്കാർ ഭൂമിയാണോ? അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ സോണൽ? വിനോദ, ഇത് മേപ്പാടിയിലാണ് ഇത്തരം ഒരു സംസ്കരിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രം അവർ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടമാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അവരും ചേർന്ന് നടത്തുന്നുണ്ട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്, കൃത്യമായ സംവിധാനങ്ങളോട് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറയേണ്ടത്. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന കാഴ്ച. ഇന്നും ദുരന്തമുഖത്തേക്ക് ഏകദേശം 60-ൽ പരം ആളുകളാണ് രാവിലെ ഇവിടെ നിന്ന് പോയത്. അതുകൂടാതെ ആശുപത്രികളിലേക്കും ക്യാമ്പുകളിലേക്കും മറ്റും സേവാഭാരതിയുടെ പ്രവർത്തകർ എത്തുന്നുണ്ട്. കൃത്യമായി സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രാന്തീയ ചുമതലയുള്ള വ്യക്തികൾ തന്നെയാണ് ഇവിടെ കൃത്യമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് സേവാഭാരതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കൃത്യമായ ചിട്ടയോട് കൂടിയിട്ട് എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു, അച്ചടക്കത്തോടു കൂടി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്.